ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. സോ ടൈറ്റിൽ വെച്ച് മനസ്സിലായിട്ടുണ്ടാവും, ഇന്നത്തെ വീഡിയോ ക്ലബ് ഫാക്ടറി ഹാളാണ്. കുറേ നാൾ മുമ്പ് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ്സ് ആണ് ക്ലബ് ഫാക്ടറിന്ന്. സോ ഞാൻ ആ സമയത്ത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ക്ലബ് ഫാക്ടറി എന്താണെന്നുള്ളത്. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണ് അത്. ചൈനീസ് പ്രൊഡക്ട്സുകളാണ്. സോ ചൈനീസ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന കാര്യമാണ് ചീപ്പ് റേറ്റിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതും ചീപ്പ് റേറ്റിലാണ്. സോ നമുക്കപ്പോൾ ഡെഫിനറ്റ്ലി വരുന്ന അടുത്ത സംശയം എന്താണ്, ചീപ്പ് റേറ്റിലാവുമ്പോൾ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആവുമോ അല്ലയോ എന്നുള്ളതല്ലേ. സോ അതിനെക്കുറിച്ച് നമ്മൾ പറയണതായിരിക്കും. അതിനേക്കാളും മുമ്പ് ഞാൻ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലബ് ഫാക്ടറിയിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരികയാണ് ഉണ്ടായത്. അതായത് പ്രോഡക്റ്റ്സ് എല്ലാം ചൂസ് ചെയ്തിരിക്കുന്നത് ഞാനാണ്. എന്നോട് പറഞ്ഞു 1500 രൂപയ്ക്ക് എന്ത് വേണമെങ്കിലും ഷോപ്പ് ചെയ്തോളാൻ. സോ ഞാൻ വളരെ ചെറിയ ചെറിയ കാശിലുള്ള കുറേ പ്രോഡക്ട്സുകൾ മേടിക്കുകയാണ്. ഇതിന് മുന്നും ക്ലബ് ഫാക്ടറി ഹാൾ ചെയ്തിട്ടുണ്ട്. അതും അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള പ്രോഡക്ട്സ് ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞു മലയാളം ചാനലിലും ചെയ്യാൻ പറയണ്ടായി. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യണത്. സോ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത്, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഷോപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ. ഈ ഇയറിങ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, കാരണം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇതിൻ്റെ പിക്ചർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 95 റുപ്പീസാണ് ഇതിന്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം വലിപ്പമുണ്ടെങ്കിലും നിങ്ങൾ കാണുന്ന പോലെ അല്ല, വെയിറ്റ് ഒട്ടുമില്ല. നല്ല രസമായിട്ടുള്ള പ്ലാസ്റ്റിക് ബീഡ്സ് ആണ്, ഒരു ഡൾ കോപ്പറിഷ് ഷെയ്ഡിലാണ്. അതുകൊണ്ട് തന്നെ എത്നിക് വെയർ ആണെങ്കിലും ശരി, ഒരു ഇൻഡോ വെസ്റ്റേൺ ആയിട്ടാണെങ്കിലും ശരി, നന്നായിട്ട് ചേരുന്ന ഇയറിങ്സ് ആണ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അടുത്തത് സിൽവറിലാണുള്ളത്. ആൻഡ് ഇതിപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണ്. ഈ കോയിൻ സൈസിലുള്ള, കോയിൻ ഷേപ്പിലുള്ള ഇങ്ങനത്തെ തൂങ്ങി കിടക്കുന്ന സാധനങ്ങൾ, അത് നെക്ലസ് ആണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും ഇയറിങ്സിലാണെങ്കിലും ഭയങ്കര ട്രെൻഡാണ്. സിൽവർ കളറിലാണ് ഞാൻ കുറച്ച് ഉപയോഗിച്ചു. ആൻഡ് ഇതുവരെയും കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. നല്ല ക്വാളിറ്റിയാണ്. ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെവിയാണ്. എന്നാൽ അപ്പോൾ ഒരു 4 മണിക്കൂർ വരെയൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാം. അതിനുശേഷം നമുക്ക് ചെവി തൂങ്ങണ പോലെ തോന്നും. എസ്പെഷ്യലി എൻ്റെ ചെവിക്ക് തട്ട് വളരെ കുറവാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണ്. പക്ഷേ ഒരുപാട് ഇട്ട് ശീലമുള്ളവർക്ക് വളരെ കുഴപ്പമുണ്ടാവില്ല. നെക്സ്റ്റ് ഈ കുഞ്ഞ് സ്റ്റെഡാണ്. 73 രൂപ, 73 റുപ്പീസാണ്. പല കളറിൽ സ്റ്റോൺസ് ഉണ്ട്. ആൻഡ് ഇത് നല്ല ക്വാളിറ്റിയാണ്. ഞാൻ കുറച്ച് അധികമായി യൂസ് ചെയ്യുന്നു. ഇതുവരെയും കളറൊന്നും പോയിട്ടില്ല, സ്റ്റോൺസ് ഒന്നും പോയിട്ടില്ല. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഇത് നമുക്ക് സെൽവാഴ്സിൻ്റെ ഒപ്പവും ഇടാം, അതുപോലെ തന്നെ വെസ്റ്റേൺ വെയറിൻ്റെ ഒപ്പവും അത്യാവശ്യം ഇടാം. നല്ലതാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ഇയറിങ്സ് ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഇത് നന്നായി ചേരും. അടുത്തത് നിങ്ങൾ എഗെയിൻ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഗ്ലാമിഗോ ബോക്സിൻ്റെ ഇതിൽ അൺബോക്സിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ചു ചേച്ചി തെറ്റിയിട്ടതാണോ എന്ന് ചോദിക്കണ്ടായി. ഞാനൊരു പാർട്ടിക്ക് പോയപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും കുറച്ച് പേര് ചോദിച്ചു തെറ്റിയിട്ടതാണോ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫാഷന് വേണ്ടിയിട്ടാണെങ്കിലും രണ്ട് തരത്തിൽ വരുന്നത് നല്ല രസമുണ്ട്. ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ തെറ്റൊന്നുമില്ല. ഭയങ്കര ഗംഭീരം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊന്ന് ഫ്ലിംസി ആണെന്ന് വേണം പറയാൻ. അടുത്തത് ഈ വലിയ ഇയറിങ്സ് ആണ്. 107 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയണത്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. 2 കളറിൽ വരുന്നുണ്ട്. ഞാനിതിൽ വൈറ്റാണ് ചൂസ് ചെയ്തത്. ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ ചൂസ് ചെയ്യാം നമുക്ക്. എനിക്ക് എഗെയിൻ ഇത് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ എത്നിക് വെയറിൻ്റെ ഒപ്പം നന്നായിട്ട് ചേരും. നല്ല സെൽവാർ, അനാർക്കലി, അതിൻ്റെയൊക്കെ ഒപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇയറിംഗ് ആയിട്ട് ഇടാം. ഇത് മാത്രം മതി നമുക്ക്. എനിക്ക് നല്ല ഇഷ്ടമായി. അടുത്തത് ഇതൊരു കുഞ്ഞ് സ്റ്റെഡാണ്. 71 രൂപയേ ഉള്ളൂ. നിറയെ ബ്ലൂ കളർ, നിറയെ സ്റ്റോൺസ് ഉള്ള സ്റ്റെഡാണ്. തെറ്റൊന്നുമില്ല, ഗംഭീര ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല ഇത്. പക്ഷെ എന്നാൽ തെറ്റൊന്നുമില്ല. പ്രൈസ് വൈസ് നോക്കുമ്പോൾ വലിയ മോശമില്ലാത്ത ക്വാളിറ്റിയാണ്. നെക്സ്റ്റ് ഈ സെറ്റാണ്. 160 രൂപയ്ക്ക് ഈ ബീഡ്സിൻ്റെ മാലയുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, കമ്മലുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എസ്പെഷ്യലി മാല ആൻഡ് ബ്രേസ്ലെറ്റ് രണ്ടും അസലായിട്ടുണ്ട്. കമ്മലും മോശമൊന്നുമില്ല. ഇതൊരു സെറ്റായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടില്ലേ, കഴുത്ത് അത്യാവശ്യം നിറഞ്ഞ് കിടക്കുകയും ചെയ്യും. അതേപോലെ അത്യാവശ്യം സിമ്പിളുമാണ്. നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് മോശമൊന്നും തോന്നിയില്ല. ഞാൻ അധികമൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കളർ പോകുമെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും കണ്ടിടത്തോളം എനിക്ക് മോശമായിട്ട് തോന്നില്ല. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ്. അടുത്തത് ഈ ഹൂപ്പ് ഇയറിങ്സ് ആണ്. ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ. 132 രൂപയ്ക്ക് നമുക്ക് 6 പെയറാണ് കിട്ടുന്നത്. പല സൈസിലുള്ളതാണ് കിട്ടുന്നത്. ഏറ്റവും വലുതാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഏറ്റവും വലുതിട്ടാൽ പോലും നമുക്ക് വെയറബിൾ ആണ്, അത്യാവശ്യം പുറത്തേക്ക് ഇടാൻ പാകത്തിനാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല അതായത് ഭയങ്കര ലാഭമായിട്ട് തോന്നി. അടുത്തത് ഈ മൾട്ടി കളറായിട്ടുള്ള ക്രിസ്റ്റൽ ഡ്രോപ്പ് ഇയറിങ്സ് ആണ്. ഇത് എഗെയിൻ ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ. പല കളറിലുള്ള ഇത് എന്താ പറയുക, ഇങ്ങനത്തെ
ബീഡല്ല, അതൊരു മുത്ത് പോലത്തെ സംഗതി, പ്ലാസ്റ്റിക്കാണ് അത് ഉള്ളത്. ഭയങ്കര ട്രെൻഡാണ്, പല കളറിൽ വരുന്നത്. എഗെയിൻ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്വാളിറ്റി വൈസ് തെറ്റൊന്നുമില്ല, നല്ലതാണ്. അടുത്തത് ടാസൽ ഇയറിങ്സ് ആണ്. നിങ്ങൾക്കറിയാം ടാസൽ എഗെയിൻ ഭയങ്കര ട്രെൻഡാണ്. 101 രൂപയാണ്. പ്രൈസ് വൈസ് നോക്കുമ്പോൾ തെറ്റൊന്നുമില്ല. ഇത് പല കളറിലും വരുന്നുണ്ട്. ഞാൻ ഗ്രേ ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. സ്റ്റഡിൻ്റെ അവിടെ കുറച്ച് സ്റ്റോൺസ് ഉണ്ട്. ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ തെറ്റൊന്നുമില്ല. പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെന്നാണ് വേണം പറയാനായിട്ട്. തെറ്റൊന്നുമില്ല, എനിക്കിഷ്ടമായി. അടുത്തത് മേടിച്ചിരിക്കുന്നത് മാലയാണ്. സിൽവർ കളറിലെ മാലയാണ് മേടിച്ചിരിക്കുന്നത്. സിൽവർ മെറ്റലിലാണുള്ളത്. ആൻഡ് ഒട്ടും ഹെവി അല്ല. പ്രൈസ് വൈസ് നോക്കുമ്പോൾ 137 രൂപയല്ല. നല്ലതാണ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമായി. ഇത് ത്രെഡിലാണ് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡിൽ കോർത്തിരിക്കുകയാണ് ഇത് ചെയ്യണം. അതുകൊണ്ട് കുറച്ചൊന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പക്ഷെ പൊട്ടൊന്നുമില്ല, എന്നാൽ പോലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എഗെയിൻ പ്രൈസ് വൈസ് നോക്കുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, നല്ലതാണ്. അടുത്തത് മോതിരാണ്. ഇതൊരു ബോ ഷേപ്പിലുള്ള മോതിരാണ്. ഇതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതല്ല കേട്ടോ, കുറച്ചൊരു ചീപ്പ് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റോൺസ് ഒന്നും കുഴപ്പമില്ല, പക്ഷേ ആ ഗോൾഡൻ മെറ്റൽ ഉണ്ടല്ലോ, അത് കുറച്ചൊരു ചീപ്പ് ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ പ്രൈസ് വൈസ് നോക്കുമ്പോൾ തെറ്റില്ല എന്ന് വേണം പറയാനായിട്ട്. അടുത്തത് ഈ ഒരു സെറ്റാണ്, ബാംഗിൾസും ബ്രേസ്ലെറ്റും കൂടിയിട്ടുള്ള സെറ്റാണ്. ആൻഡ് ഇതിൽ കുറച്ചൊരു 10 ബാംഗിൾസും പിന്നെ ഒരു 2 ബ്രേസ്ലെറ്റും വരുന്നുണ്ട്. ഈ 2 ബ്രേസ്ലെറ്റും മുത്തിൻ്റെയാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, എലാസ്റ്റിക് ഉള്ള ത്രെഡിലാണ് കോർത്തിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ബാക്കി ബാംഗിൾസ് ക്വാളിറ്റി വൈസ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കര വലുതാണ്. എൻ്റെ കൈക്ക് ഇത് ഓടി നടക്കും. എനിക്ക് തോന്നുന്നില്ല ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. സോ ഇതെനിക്കൊരു മിസ്സായിരുന്നു. ഇത് ഒറ്റൊരു സൈസിൽ മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലൊന്നും നോക്കുകയുണ്ടായില്ല. ഇതങ്ങോട്ട് ഓർഡർ ചെയ്യാനുണ്ടായത്. പിന്നെ അടുത്തത് ഈ ബാങ്കിലാണ് 48 റുപ്പീസിന് ഞാൻ മേടിക്കേണ്ടായത്. ഇത് ആകെ ഒരു എണ്ണത്തിനാണ് 48 റുപ്പീസ്. ഞാൻ ശരിക്കും വിചാരിച്ചൊരു സെറ്റ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വന്നപ്പോൾ ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇത് ആബ്സല്യൂട്ട് വേസ്റ്റ് ആണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സോ ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി. സോ ഞാൻ ഇത്ര പ്രോഡക്റ്റ്സ് ആണ് ക്ലബ് ഫാക്ടറിയിൽ നിന്ന് മേടിക്കേണ്ടായത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പ്രോഡക്റ്റ്സും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പ്ലീസ് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. സോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താ തോന്നിയോ, ലാഭമായിട്ട് തോന്നിയില്ല എന്നും കൂടി പറയണം. എനിക്ക് അത്യാവശ്യം നല്ല ലാഭമായിട്ടാണ് തോന്നിയത്. കാരണം ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ട് ഭയങ്കരമായിട്ട് ഷോപ്പ് ചെയ്യുന്ന ആളാണ്. ഞാൻ കടകളിൽ പോയി ഷോപ്പ് ചെയ്യുന്ന വളരെ വിരളാണ്. കേരളത്തിലാണെങ്കിൽ മാത്രമേ ഞാൻ പിന്നെയും അതിന് നിൽക്കാറുള്ളൂ. ഗോവയിൽ ഞാൻ അതിന് നിൽക്കാറേ ഇല്ല, കാരണം ഓപ്ഷൻസ് വളരെ കുറവാണ്. എനിക്ക് കുറച്ച് ലാഭമുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാ പ്രോഡക്ട്സുകൾക്കും ലാഭമില്ല കേട്ടോ. നല്ല വിലക്കുറവുള്ളത് നോക്കി മേടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടും കൂടിയിട്ടാണ് തോന്നുന്നു എനിക്ക് പ്രൈസ് വൈസ് എനിക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നുന്നത്. സോ പ്രൈസിങ് വൈസ് എനിക്ക് വളരെ അഫോർഡബിളും ചീപ്പും ആയിട്ടാണ് തോന്നുന്നത്. സെക്കൻഡ് തിങ്, നമുക്ക് പാക്കേജിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. പാക്കേജിംഗ് ഈ ക്ലബ് ഫാക്ടറി എന്ന് എഴുതിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വന്നത്. പിന്നെ എല്ലാ ഇൻഡിവിജ്വൽ കമ്മലുകളാണെങ്കിലും മാലകളാണെങ്കിലും എല്ലാം ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പൗച്ചുകൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാം കൂടിയിട്ട് ഒരു ബബിൾ റാപ്പിൽ റാപ്പ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ പാക്കിംഗ് വൈസ് എല്ലാം ഗംഭീരമാണ്, വളരെ നല്ലതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്നും ഡാമേജ് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് സംസാരിക്കേണ്ടത്, നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണോ നമുക്ക് കിട്ടണേ എന്നുള്ളതാണ്. അങ്ങനെ ചോദിച്ചാൽ എൻ്റെ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ എനിക്കെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഹാളിൽ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞാൻ അവസാനം ഓർഡർ ചെയ്ത വള, അത് ആക്ച്വലി ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ നോക്ക് എത്ര വളയാന്നുള്ളത്. പക്ഷെ ആകെ കിട്ടിയത് ഒരെണ്ണമാണ്, അതും 48 രൂപയ്ക്ക്. നോക്കൂ, ഇത് എന്തൊരു നഷ്ടമാണ്. അപ്പോൾ ഭയങ്കര നഷ്ടമായില്ലേ. ഇതിന് പകരം ഒരു കമ്മൽ മേടിച്ചിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു 48 രൂപയ്ക്ക് ഒരു ഡസൻ കിട്ടിയാൽ വളരെ നല്ലതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 14 ഐറ്റംസാണ് ഇത്തവണ മേടിക്കേണ്ടായത്. കഴിഞ്ഞ തവണ ഞാൻ 21 ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണത്തിലും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു പ്രോഡക്റ്റാണ് ഭയങ്കര നഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും അത് ജസ്റ്റിഫയബിൾ അല്ല. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ തവണ മേടിച്ചപ്പോൾ എല്ലാ കാറ്റഗറിയിൽ നിന്നും ഓരോ ഐറ്റംസ് വെച്ചെങ്കിലും പിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ദാറ്റ് എനിക്ക് ബെറ്റർ റിവ്യൂ തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാഭമായിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ജ്വല്ലറിയാണ്, ആക്സസറീസ് ആണ് എനിക്ക് ഏറ്റവും ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഫുട്വെയറിൽ സൈസിങ് പ്രശ്നങ്ങൾ ഭയങ്കര ഉണ്ട്. ഞാനൊരു ക്ലോത്തിങ് ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോത്തിങ് ഐറ്റം മേടിച്ചതിൽ തെറ്റൊന്നുമില്ല, അത് പ്രൈസിങ് വൈസ് നോക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഓവറോൾ കളക്ഷൻ നോക്കുമ്പോൾ അത് അത്ര ഒരു എന്താ പറയുക ലാഭമായിട്ട് തോന്നിയില്ല, അത്ര ഇൻഎക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല. സോ ഈവൻ നമുക്ക് വേണമെങ്കിൽ സെയിം പ്രൈസിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ലാഭത്തിലോ വേറെ സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് എനിക്ക് അതും അത്ര അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. ഐറ്റംസ് മേടിക്കേണ്ടേ അത് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു ഓർഗനൈസേഴ്സ് മേടിക്കേണ്ടേ അതും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അല്ലറ ചില്ലറ വേറെ സാധനങ്ങൾ മേടിക്കേണ്ടായി. അതായത് ഈ മൊബൈലിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, USB സ്റ്റോർ ചെയ്യണ USB കേബിൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായി. അപ്പോൾ എല്ലാത്തിനും എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസറീസ്, അതായത് മാല, കമ്മൽ, വള, അങ്ങനത്തെ കാര്യങ്ങളും ഈ ഗാഡ്ജറ്റ്സിൻ്റെ ഓർഗനൈസേഴ്സ് ഇല്ല, അതായത് ഹെഡ്സെറ്റ് സ്റ്റോർ ചെയ്യാനുള്ള സാധനം, അല്ലെങ്കിൽ മേക്കപ്പ് ഓർഗനൈസേഴ്സ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും വളരെ ലാഭമായിട്ട് തോന്നി. ക്ലോത്തിങ്, ഫുഡ്വെയർ, ബാഗ്സ്, ഇതെല്ലാം എനിക്ക് അത്ര ലാഭമായിട്ട് തോന്നിയില്ല. പിന്നെ അതൊരു ഹിറ്റ് ഓർ മിസ് ആണ്. ചിലപ്പോൾ നന്നായി എന്ന് വരാം, ചിലപ്പോൾ നന്നായില്ല എന്നും വരാം. അങ്ങനെ ഒരു ഇതിലാണ് കിടക്കണത്. പിന്നെ എനിക്ക് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത്. മുന്നേ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അതറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നാട്ടിലും ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, കേരളത്തിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ അത്ര പേടിക്കേണ്ട കാര്യമില്ല. പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നത് ഇവരുടെ ഡെലിവറി ടൈമാണ്. എൻ്റെ ദൈവമേ, അത് എത്ര ദിവസം എടുക്കുക. ലാസ്റ്റ് ടൈം ശരിക്കും 18 ദിവസം എടുത്തു. ഇത്തവണ അത്ര എടുത്തില്ല, ജസ്റ്റ് 15 ദിവസം, അതായത് 2 ആഴ്ച എടുത്തുള്ളൂ. എങ്കിൽ പോലും അതൊരു വലിയൊരു ഡെലിവറി ടൈമാണ്. അതിൻ്റെ കാരണം ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്താ കണ്ടുവെച്ചാൽ ഇത് ആക്ച്വലി ഇവരുടെ പ്രൊഡക്ട്സ് അല്ലല്ലോ. ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിഡിൽ മാൻ പോലെയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പല പല സ്ഥലത്തായിരിക്കും, പല മാനുഫാക്ചേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും കയ്യിലായിരിക്കും. ഇവരതൊക്കെ പോയി കളക്ട് ചെയ്ത് എല്ലാം കൂടി ഒറ്റ പാക്കേജ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരാണ്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവാനുള്ള കാര്യം. പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സാധനങ്ങൾ എവിടം വരെ എത്തി എന്നൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല അവർ എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. പ്രോഡക്ട്സ് ഡിസ്പാച്ച് ചെയ്തു, ഇന്ന സ്ഥലത്തെത്തി, അടുത്തത് അവിടെ എത്തും, അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. അതും എനിക്ക് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നെ ഒരു കാര്യം, ഡാമേജ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത്ര ദൂരെ നിന്ന് വരുന്നതാണ്, പിന്നെ പല സ്ഥലത്തൊന്നും എടുത്തിട്ട് വരുന്നതാണ്. സോ ഞാൻ പല റിവ്യൂസിലും ചിലർക്ക് ഡാമേജ് ഉള്ള പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയും ഡാമേജ് ഉള്ള പ്രോഡക്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. അത് ഒരു നല്ല കാര്യമാണ്. സോ പിന്നെ ഒരു കാര്യം, ഡെലിവറി ചാർജസ് ആണ്. ഡെലിവറി ചാർജ് ഇല്ല. കഴിഞ്ഞ തവണ ഞാൻ 2500 രൂപയ്ക്ക് ഓർഡർ ചെയ്തപ്പോൾ ഒരു 35 രൂപയുടെ ഒരു സാധനം ക്യാൻസലായിപ്പോയി. അതെങ്ങനെയാണ് ക്യാൻസലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്ത് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ പറയണത് ഓഫ് സ്റ്റോക്ക് ആണ്, അതുകൊണ്ട് ഇനി അവൈലബിൾ അല്ല എന്നുള്ളത്. എന്നിട്ട് അപ്പം തന്നെ അവർ എൻ്റെ അക്കൗണ്ടിലേക്ക് അത്രയും രൂപ ക്രെഡിറ്റ് ചെയ്തു. 35 രൂപയാണ് ക്രെഡിറ്റ് ചെയ്തത്. അപ്പം ഞാൻ അതൊന്നും മേടിച്ചില്ല, അത് അങ്ങനെ തന്നെ വെച്ചു. പക്ഷേ ഇത്തവണ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ആ കാശും കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, നമുക്ക് ആ അക്കൗണ്ടിൽ ആ കാശ് കിടക്കും. പിന്നെ എപ്പോഴെങ്കിലും ഓർഡർ ചെയ്യുമ്പോഴും അത് ആഡ് ഓൺ ചെയ്താൽ മതി. പക്ഷെ ഒരു ടൈം കാലാവധി ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുകയാണെങ്കിൽ, നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിക്സ് മാത്രം നോക്കാണ്ട്, അതിൻ്റെ പിക്ചർ മാത്രം നോക്കി ഓർഡർ ചെയ്യാണ്ടിരിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി വായിച്ചു നോക്കണം. പിന്നെ നമ്മളൊരു ഐറ്റം ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ അത് എത്ര വിറ്റ് പോയിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ 20,000 സോൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് 20,000 പീസസ് വിറ്റ് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാവും കുറച്ചുകൂടി വിശ്വസനീയത ഉണ്ടാവും, അതായത് അത്രയും ആൾക്കാർ അത് മേടിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റാവുന്നതാണ്. അത് മാത്രമല്ല 20,000 പേര് മേടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് റിവ്യൂ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് റിവ്യൂസും ചെക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഇപ്പോൾ വേറൊരു പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ, വേറൊരു ഐറ്റം മേടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ കാണാം, ഇത് 606 ആണ് സോൾഡ് എന്ന് കാണിക്കുന്നത്. ആൻഡ് ഇത് മേടിച്ചിട്ടാണ് ഞാൻ പറ്റിക്കപ്പെട്ടത്. സോ ഇതിപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മേടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിവ്യൂസും ഒട്ടും ഉണ്ടായിരുന്നില്ല. എന്ന് കരുതിയിട്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതായത് ഇത്രയും പേര് മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എന്തായാലും നല്ല പ്രൊഡക്റ്റ് ആവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയല്ല. എനിക്ക് ഷോപ്പ് ചെയ്തതിൽ എനിക്ക് അങ്ങനെ തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ മാക്സിമം കൂടുതൽ ആൾക്കാർ മേടിച്ച പ്രോഡക്റ്റ്സ് തന്നെ മേടിക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്ന് കരുതിയിട്ട് ചില പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടമായി, പക്ഷെ ഒട്ടും ആൾക്കാർ മേടിച്ചിട്ടില്ല, അതുകൊണ്ട് എന്ന് എഴുതിയിട്ട് അത് ഒഴിവാക്കണമെന്നില്ല. കുറച്ച് ആൾക്കാരെ മേടിച്ചിട്ടുള്ളൂ വെച്ചാലും അതിൻ്റെ റിവ്യൂസ് വായിച്ചു നോക്കുക. മേടിച്ച ആൾക്കാരെല്ലാവരും നല്ലതാണ് പറഞ്ഞിരിക്കണേ വെച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി മേടിക്കാം. കുറച്ചൊന്ന് ശ്രദ്ധ കൊടുത്തിട്ട് ഷോപ്പ് ചെയ്യാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് റിവ്യൂസ് ഒക്കെ നോക്കി, ഓപ്ഷൻ ബോക്സ് ഒക്കെ നന്നായി വായിച്ചു നോക്കി, പ്രൊഡക്റ്റ് എന്താണെന്ന് നല്ലൊരു ധാരണയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മേടിക്കുകയാണെങ്കിൽ കൂടുതലും നമുക്ക് നല്ല പ്രൊഡക്ട്സ് കിട്ടാൻ തന്നെയാണ് ചാൻസ്. അതാണ്. സോ ഓൾ ഇൻ ഓൾ പറയുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും ക്ലബ്
ഫാക്ടറിയിൽ നിന്ന്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേൽ തെറ്റൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ക്ലബ് ഫാക്ടറിയിൽ നിന്ന് പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പ്ലീസ് കമൻറ്റ് ചെയ്യൂ, എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ ദാറ്റ് വേറെ ആർക്കെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അതല്ല നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അല്ലാണ്ട് വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ കഴിവതും അതിന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് മറുപടി അറിയാമെങ്കിൽ, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും സംശയം ചോദിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കുകയാണ്, നിങ്ങൾക്ക് അതിൻ്റെ മറുപടി അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി കൊടുക്കണം കേട്ടോ. ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് അങ്ങനെ മറുപടി എഴുതണോ. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി അല്ല, എല്ലാവരും ഫ്രണ്ട്സ് അല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ കുറേ പേര് ചെയ്യുന്നുണ്ട്, എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. അത് എനിക്കും ഹെൽപ്ഫുള്ളാണ്, നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാണ്, നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.